لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون ബഹുമാനിയായ സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമ്മുടെ പക്ഷം ശരിയാണെങ്കിൽ നാം ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ നിലപാടുകളും ഒരു കാര്യത്തിൽ ശരിയാണ് എന്ന് നമുക്ക് പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. അതാണ് ഹുസ്നുൽ വന്നു ബില്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള സൽവിചാരം ഉണ്ടാവാനുള്ള മാർഗവും അത് തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല, കവർന്നിട്ടില്ല, അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ചെയ്തിട്ടില്ല, അഥവാ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, കരുതിക്കൂട്ടി ഉപദ്രവിച്ചിട്ടില്ല, ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി ഞാൻ ഉപയോഗിക്കുകയോ തിന്നുകയോ ചെയ്തിട്ടില്ല എന്നിങ്ങനെ തിന്മകളെ പറ്റി ഇല്ല എന്നും നന്മയുടെ കാര്യത്തിൽ ഉണ്ട്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായ മനസ്സിന്റെ ബോധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമടഞ്ഞ ആത്മാവേ നിന്റെ രക്ഷിതാവിങ്കലേക്ക്
നീ സമാധാനത്തോടുകൂടി മടങ്ങി ചെല്ലുക എന്ന് മരണസമയത്ത് മലക്കുകൾ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഈ ഒരു സമാധാനം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന സമാധാനം നമുക്കുണ്ടാവണം. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു സമാധാനം ഉണ്ടാവണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കടബാധ്യതയെ പറ്റി, അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന കാര്യത്തെപ്പറ്റി, അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിമാരോട് ഇങ്ങനെ പറഞ്ഞു: ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസ്സലഹു എന്ന്. അവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനെ നന്മയിലാക്കണം എന്ന് വിചാരിച്ചാൽ അസ്സലഹു, അവന് നല്ല മധുരം കൊടുക്കുന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അസ്സല, അസ്സൽ എന്ന് പറഞ്ഞാൽ തേനിനാണ് അസ്സൽ. അപ്പൊ നല്ലൊരു മധുരം കൊടുക്കും. പഠിച്ചോന് ഒരാളെ കൊണ്ട് ഖൈറ് വിചാരിക്കുകയാണെങ്കിൽ മധുരം കൊടുക്കും അല്ലാഹു അവന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അത് അവർക്ക് മനസ്സിലായില്ല. കേട്ടോ സഹാബിമാർ, യാ റസൂലല്ലാഹ് വമാ അസ്സലഹു, എന്താണ് അവർക്ക് അസ്സല് കൊടുക്കും, മധുരം കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യഫ്തഹില്ലാഹു ലഹു അമലൻ ഖബല മൗതിഹി, നല്ലത് ചെയ്യാനുള്ള ഒരു വഴി അവന്റെ മനസ്സിനും അവന്റെ മുമ്പിലും അല്ലാഹു തആല തുറന്നു കൊടുക്കും മരണത്തിന് മുമ്പ്. അതായത് ഒരു നല്ല നിലക്ക് ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ അപകടത്തിലും തെറ്റിലും ഒരു അശ്രദ്ധയിലും ഒക്കെ ജീവിച്ചാലും മരിക്കുന്നതിന്റെ മുമ്പായി ഒരു നല്ല ജീവിതം ജീവിക്കാനുള്ള ഒരു മനസ്സ്, തൗഫീഖ്, അല്ലാഹു തആല നമ്മൾ പറയുന്ന പദം അതാണ്, തൗഫീഖ്. അതിനുള്ളൊരു ഉദവി അല്ലാഹു തആല ഒരു തൗഫീഖ് കൊടുക്കും. അതാണ് യഫ്തഹില്ലാഹു ലഹു അമലൻ ഖബല മൗതിഹി, നല്ല അമൽ ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു തുറന്നു കൊടുക്കുകയും എന്നിട്ട് വിശ്വാസികളായ ആളുകള് അവനെ പറ്റി നല്ലത് ചെയ്തുകൊണ്ടാണ് മരിച്ചത് എന്ന ആ ഒരു നല്ല വാക്ക് പറയുന്ന രൂപത്തിൽ അല്ലാഹു അവന്റെ ജീവിതത്തെ മാറ്റും എന്നാണ് നബിയെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ഇതാണ് തൗഫീഖ്. ഫമൻ യുരിദില്ലാഹു അൻ യജ്അല അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. സൂറത്തു അൻആമിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ് നബി പറഞ്ഞത്. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അല്ലാഹു ഒരാളെ ഹിദായത്തിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറേ അറിവ് കൊടുക്കും, വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കും, വലിയ പണ്ഡിതനാണെന്ന് അറിയിക്കും എന്നല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, പടച്ചവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സിന്റെ വികാസം, ശറഹു സദ്ർ അല്ലാഹു അവന് നൽകും. എന്നാൽ വമൻ യുരിദ് അൻ യുദില്ലഹു, അല്ലാഹു ഒരാളെ വഴികെടുത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ, വഴികേടിലാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ യജ്അലു സദ്റഹു ദയ്യിഖൻ ഹർജൻ കഅന്നമാ യസ്അദു ബിസ്സമാഇ, അവന്റെ മനസ്സ് അല്ലാഹു തആല ഇടുങ്ങി ഒരു നല്ലതും ചെയ്യാനുള്ള മനസ്സ് വരൂല, അതിനുള്ള ഒരു സാഹചര്യം കിട്ടൂല. നന്മ ചെയ്യാനുള്ള സന്ദർഭത്തിൽ അത് ചെയ്യാൻ പറ്റാത്ത നിലക്ക് അവന്റെ വഴിയെ, അവന്റെ ജീവിതത്തെ അല്ലാഹു തആല ഇടുക്കും. കഅന്നമാ യജ്അലു സദ്റഹു ദയ്യിഖൻ, അവന്റെ മനസ്സ് അല്ലാഹു തആല ഇടുങ്ങിയ മനസ്സാക്കും. കഅന്നമാ യസ്അദു ഫിസ്സമാഇ, ആകാശത്തേക്ക് കയറി പോകുമ്പോണ്ടാവുന്ന ഒരവസ്ഥ കൊടുക്കുന്ന. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ, ഖുർആൻ ഇത് ഓതിക്കൊടുത്തപ്പോ സഹാബിമാർ മനസ്സിലാക്കിയിട്ടുണ്ടാകും, നമുക്ക് ഈ ശ്വാസം കഴിക്കാനും ഇത്രയധികം ഇങ്ങനെയൊക്കെ ശ്വാസം നടത്താനും ഈ ഭൂമിക്ക് താഴെ, ആകാശത്തിന്റെ താഴെ, ഭൂമിക്ക് മീതെ ഈ സൗകര്യം മുകളിലേക്ക് കയറി പോകുമ്പോൾ ഉണ്ടാവില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കത് ഇന്ന് അവരെക്കാളും ഒരുപക്ഷെ മനസ്സിലാക്കും. നമ്മുടെ ഓക്സിജനും പ്രാണവായുവും കിട്ടാത്ത ഒരു ലോകമാണ് മുകളിലേക്ക് കയറി വരും തോറും മനുഷ്യന്റെ ശ്വാസം കിട്ടാതെ വരും എന്ന ആ ഒരു ആയത്താണ്
അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത് കഅന്നമായ സഅദു ഫിസ്സമാ, ആകാശത്തേക്ക് മുകളിലേക്ക് വളരെ പ്രയാസപ്പെട്ട് കയറും തോറും ശ്വാസം മുട്ടുന്ന പോലെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ശ്വാസം മുട്ടും എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അതാണ് തൗഫീഖ് കിട്ടാതെ വരിക. കഅന്നമായ സഅദു കദാലിക യജഅലുല്ലാഹു ഇജ്സ അലല്ലദീന ലാ യുമിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അതാണ്. ദുനിയാവിൽ അള്ളാഹു പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷയുടെ മുമ്പ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ശിക്ഷയാണെന്ത്? നല്ലത് ചെയ്യാനുള്ളൊരു തോന്നലില്ലാതിരിക്കുക. ഒന്ന് 5 നേരം നമസ്കരിക്കാൻ, അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും പറയുമ്പോ അത് കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കാണുമ്പോ എന്തെങ്കിലും കൈതുകൊണ്ട് സഹായിക്കണമെന്ന് പറയാൻ, ഒരു നല്ല വാക്ക് പറയാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, മനുഷ്യർക്ക് ഉപകാരപ്രദമായി ജീവിക്കാൻ, പടച്ചവന്റെ ഹറാമുകളും ഹലാലുകളും കാണുമ്പോ അത് പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട്, ഹറാമ് പാടില്ലല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലത് ചെയ്യാനുള്ള മനസ്സ് വരാതെ ശ്വാസം മുട്ടിപ്പോകുന്ന ഒരു ദുരന്തമാണ് അല്ലാഹു തആല അവന് കൊടുക്കാൻ സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം എന്താണ് ശരി തെറ്റി എന്നൊക്കെ അറിയാം. ആ അറിവ് കൊണ്ടല്ല അല്ലാഹു തആല ഖുർആനിൽ ഏറ്റവും കൂടുതൽ നീചമാക്കി ആക്ഷേപിച്ച് പറഞ്ഞ ആളാരറിയാം? ഏറ്റവും വലിയ ഇൽമുള്ള ആളെയാണ്, ഏറ്റവും വലിയ അറിവുള്ള ആൾ. സൂറത്തു അഅറാഫിൽ കാണാം, എല്ലാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വേദഗ്രന്ഥം എല്ലാം മനഃപ്പാടമാക്കി അതിന്റെ പൊരുളറിഞ്ഞ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കാണ് എത്തുമ്പോ ആ അറിവ് മനുഷ്യന്റെ ഒരു മനസ്സൊരു ബോധമായി വരുന്നില്ല. അറിവ് കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ കുട്ടികളെ ഒരുപാട് നല്ല ഉപദേശങ്ങള് കിതാബുകളിൽ കൂടി, ഗ്രന്ഥങ്ങളിൽ കൂടി, അങ്ങനെ പാഠപുസ്തകങ്ങളിൽ കൂടി കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടായില്ല. നമ്മൾ രാജ്യത്തെ സ്നേഹിക്കണം, നമ്മൾ വർഗീയത ഉണ്ടാവാൻ പാടില്ല, നമുക്ക് സത്യസന്ധത വേണം, ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, കൈക്കൂലി വാങ്ങരുത്, വഞ്ചിക്കരുത്, ഇതൊക്കെ പഠിക്കുന്ന എത്ര പഠിപ്പുകളാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യക്കാരൊക്കെ എന്റെ സഹോദര സഹോദരിമാരാണെന്ന് അക്ഷരം വായിക്കാൻ അറിയുന്നതിന്റെ മുമ്പ് നഴ്സറി പ്രായം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇൽമ്, ഈ ഒരു അറിവ് അതൊരു ആത്തിഫത്തായിട്ട്, ഒരു വികാരമായി, ഒരു ബോധമായി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഏറ്റവും വലിയ അറിവുള്ളവനെയാണ് അല്ലാഹു തആല ഫമസലുഹു കമസലിൽ കൽബിന, അവൻ നായ പോലെയാണ്, ഓടിയാലും കഥക്കും ഓടിയില്ലെങ്കിലും കഥക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം. ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ്. അറിവ് കൊണ്ട് ആയില്ല എന്നാ പറയുന്നത്. അറിവ് കൊണ്ടായില്ല, ബോധമുണ്ടാവണം. അതായത് തലയുടെ ഉള്ളിലുള്ള അറിവ്, വലിയ വലിയ അറിവുകളുണ്ടല്ലോ, അത് കണ്ട് നെഞ്ചത്തേക്ക് ഒരു ബോധം, ഒരു ചിന്ത, ഒരു വികാരമായി മാറണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, യഅതി അലന്നാസി സമാനും, ഒരു കാലം ഇനി മനുഷ്യന്മാർക്ക് വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമൊക്കെ ഉണ്ടാകും പക്ഷെ പേരിലേ ഉണ്ടാവുള്ളൂ. മുസ്ലിം ആവണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, ഞാൻ മുസ്ലിമാണെന്നുള്ള ബോധം ഉണ്ടാവും. ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാനും ഞാനൊരു മുസ്ലിമാണെന്നുള്ള ആ വിചാരമൊക്കെ അവനുണ്ടാവും, പക്ഷെ പേരുണ്ടാവുള്ളൂ. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമിന്റെ പേര് മാത്രമല്ലാതെ ബാക്കിയാവാത്ത ഒരു കാലം വരും. ഖുർആൻ ഒരുപാട് പ്രതികൾ ഉണ്ടാകും, അതിന്റെ റസ്മ്, ആ ലിപി അല്ലാതെ ആ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ കൈകളിലേക്ക് ഖുർആനിന്റെ കോപ്പികൾ എത്തൂല. അതുപോലെ ഖുർആനിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ അക്ഷരം, അത് വലിയതും ചെറിയതും പല ലിപികളും കാണാം, പക്ഷെ അതവൻ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തില്ല. ഖുർആനിന്റെ ലിപികളെ ഉണ്ടാവും. എത്ര മുസാഫാണ് നമ്മളെ പള്ളിയിൽ അങ്ങനെ കിടന്ന് പഴകി നുരുമ്പി പോകുന്നത്. എത്ര മുസാഫുകളാണ് നമ്മുടെ ഷോക്കേസുകളിലും വീടുകളിലും ഉള്ളത്. കിട്ടിയതൊക്കെ വാങ്ങി നമ്മൾ കൊണ്ടുപോകും, മുസാഫല്ലേ. പക്ഷെ ആ ലിപി അല്ലാതെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓത്തിൽ, പാരായണത്തിൽ അതുണ്ടാവില്ല. ലിപി മാത്രമേ ഉണ്ടാവുള്ളൂ മുസാഫിന്റെ. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്,
എന്നിട്ടോ മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ, ആ കാലഘട്ടത്തിൽ അവരുടെ പള്ളികൾ അലങ്കൃതമായിരിക്കും. വമ്പിച്ച മഹാസൗധങ്ങൾ, മാനം മുട്ടുന്ന സൗധങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ, ആർഭാടങ്ങൾ, വിളക്കുകൾ, കാർപ്പറ്റുകൾ, അതിന്റെ പുറമെ വീണ്ടും അലങ്കാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ പള്ളികളായിരിക്കും. എന്നാൽ വഹിയ ഖറാബും മിനൽ ഹുദാ, ഹിദായത്തിൽ നിന്ന് നശിച്ചു പോയിരിക്കും ആ പള്ളികൾ. ആ പള്ളിയിൽ നിന്ന് ഒരു ഹിദായത്തും മനുഷ്യന് കിട്ടൂല, ഒരു നന്മയും കിട്ടൂല. അതായിരിക്കും ആ പള്ളികൾ. എന്നിട്ട് പറയാ ഉലമാഉഹും, അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ് ഉലമാഉഹും ശർറു മൻ തഹത അദീമി സമാഇ, ആ കാലഘട്ടത്തിൽ അറിവുള്ള ആളുകൾ ശർറു മൻ തഹത അദീമി സമാഇ, ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായിരിക്കും പണ്ഡിതന്മാർ. മിൻ ഇൻദിഹിം ഖറജത്തിൽ ഫിത്ന, അവരിൽ നിന്നാണ് സമൂഹത്തിൽ ഫിത്ന തുടങ്ങലും. വഫീഹിം യുർതഊൻ, അവരിലേക്കാണ് ഫിത്ന മടങ്ങി വരലും. അപ്പൊ അറിവല്ല പറയുന്നതാണ്, അറിവുണ്ടായി എന്നുള്ളതല്ല. ആ അറിവിനനുസരിച്ച് ചെയ്യാനുള്ള മനസ്സിന്റെ ആ ശറഹു സുദൂർ, മനസ്സിന്റെ ആ ഒരു തൗഫീഖ്, അതാണ് നമുക്ക് വേണ്ടത് എന്നാ പറയുന്നത്. അപ്പൊ മൻ ശറഅല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അഫമൻ ശറഅല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, മുസ്ലിമായി ജീവിക്കണമെന്ന മനസ്സിന്റെ ആ ഒരു ഹൃദയ വിശാലത, എനിക്കത് ചെയ്യാൻ പാടില്ല, ഇന്നതെനിക്ക് ഫർദായി ചെയ്യണം, ഇന്നതെനിക്ക് ഹറാമാണ്, ആ ഒരു ബോധം ഉണ്ടാക്കി അല്ലാഹു തആല ഒരു ബോധം മനസ്സിന്റെ ഉള്ളിൽ തന്ന ഒരു മനുഷ്യൻ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാകും. റബ്ബിന്റെ പ്രകാശം അവന് കിട്ടും. അല്ലാതെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഈമാനിന്റെ പ്രകാശം കോലത്തിലും രൂപത്തിലും മുഖ പ്രസന്നതയിലുമല്ല ഈമാനിന്റെ കോലം, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. നൂറും മിർ റബ്ബിഹി, റബ്ബിന്റെ നൂറ് കിട്ടലേ. അങ്ങനെയുള്ള ആൾ ഫവൈലുൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞു. അവനെയാണ് അല്ലാഹുവിന് വേണ്ടത്, അവനെയാണ് അല്ലാഹു ഹിദായത്താക്കുക. എന്നാൽ ഒരു മറുവശം ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, എത്ര ഖുർആൻ കേട്ടാലും, എത്ര കാര്യങ്ങൾ അറിഞ്ഞാലും, എത്ര പഠിച്ചാലും ഖാസിയത്തി ഖുലൂബുഹും, കല്ല് പോലെ ഹൃദയം മരവിച്ചു പോയ, ഒന്നും ഉള്ളിലേക്ക് കയറാത്ത മനുഷ്യന്മാർക്കാണ് വൈലുൻ, ഏറ്റവും വലിയ നാശം. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവരാണ് വഴികേടിൽ നിന്ദിക്കില്ല, അള്ളാഹുവിനെ ഓർക്കാതെ ഹൃദയം കടുത്തുപോയ ആളുകൾക്കാണ് നാശം. സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു നമ്മളോടാണ് ഈ പറയുന്നത്, എന്നോടല്ല. ഈ പറയുന്ന എന്നോടല്ല, അത് നിങ്ങളോടാണെന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്നോടല്ല, അത് മറ്റുള്ളവരോടാണ്, അവിടുത്തെ കാഫിരീങ്ങളോടാണ്, മുശ്രിക്കീങ്ങളോടാണ്. ഇതൊന്നുമല്ല ഈ പറഞ്ഞത്, ഇതൊക്കെ നമ്മളോടാണ്. നമുക്ക് ഒരു തൗഫീഖ് ലഭിക്കണം. അതൊരു തൗഫീഖ് ലഭിക്കണമെങ്കിൽ, നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കണമെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ അല്ലാഹ് മാത്രമേയുള്ളൂ എന്ന ആ തൗഹീദ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എനിക്ക് രക്ഷപ്പെടാൻ, ഞാൻ മരിച്ചാൽ എല്ലാവരും കൂടി കുറെ ദിക്റില്ലാതെ കഴിച്ചിട്ടായിക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലുമൊക്കെ അവരോട് പറഞ്ഞാൽ മതി, ഇവരെ പറഞ്ഞാൽ മതി, അവരൊക്കെ രക്ഷപ്പെടുത്തും എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഏകനായ റബ്ബ് വിചാരിക്കാതെ കഴിയില്ല. എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഏകനായ ആ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങണം എന്റെ രക്ഷ, എന്റെ മഗ്ഫിറത്ത്. തൗഹീദ്, ഏകനായ അല്ലാഹുവല്ലാതെ രക്ഷകനില്ല, അവനല്ലാതെ നമ്മളെ ശിക്ഷിക്കാനും കഴിയില്ല, നമ്മുടെ കാര്യങ്ങൾ നേടിത്തരാൻ അവനോടല്ലാതെ കഴിയില്ല. അതുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച്, അവന്റെ മുമ്പിൽ വണങ്ങി, അവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കേണപേക്ഷിച്ച് അവന്റെ പ്രീതി നേടണം എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാവണമെന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ഒരു തൗഫീഖ് ലഭിക്കണമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയത് കുറച്ചാണെങ്കിലും കുറവാണെങ്കിലും, അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യണം എന്ന മനസ്സിന്റെ സംതൃപ്തി, അതാണ് അസല്. ആ ഒരു മധുരം,
പടച്ചവന്റെ മാർഗത്തിൽ ജീവിക്കലാണ് നല്ലതെന്ന മധുരം നമുക്കുണ്ടാവണം. കൂട്ടത്തിൽ കൂടലല്ല, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ അതാണ് ലാഭം എന്ന് നോക്കി പോകലല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കലാണെന്നുള്ള ആ ഒരു റിള, അള്ളാഹുവിന്റെ കൽപ്പന വിരോധങ്ങൾ ഒഴിവാക്കലും അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കലുമാണ്. അതാണ് ഡീസന്റ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ ഡീസന്റ് അന്തസ്, എന്റെ സംസ്കാരം, അതിലാണ് എനിക്ക് മനസമാധാനം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. അഥവാ ജീവിതത്തിൽ സ്ഖലിതങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായാൽ പടച്ചവനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. മനുഷ്യന്മാർക്ക് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാകണം. എനിക്ക്, ഞാനും എൻ്റെ കുട്ടികളുമല്ല, എന്തെങ്കിലും മനുഷ്യന്മാർക്കും സുഖമായ ജീവിതം കിട്ടണമെങ്കിൽ എന്നെ കൊണ്ടാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കണമെന്ന ബോധം നമുക്ക് വേണം. അതുപോലെ അദ്കാറുകൾ, തസ്ബീഹുകൾ, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളത്, നമസ്കാരങ്ങൾക്ക് മുമ്പുള്ളത്, പള്ളിയിൽ പ്രവേശിക്കുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ, നമ്മളെ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ പച്ചപ്പായി മാറണം. എങ്കിൽ അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ് കിട്ടും, മനസ്സ് തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മനസ്സ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. പാതരത്തിലുള്ള ഒരു തൗഫീഖ്, ഒരു മനസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഭൗതികമായ ജീവിതത്തിലോ നമ്മളെ ലാഭത്തിലോ നമ്മളുടെ സൗകര്യങ്ങളിലോ ഒരു കോട്ടവും തട്ടുകയില്ല. അശ്രദ്ധയുള്ള ഒരു അശ്രദ്ധയായ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോണം. ഒന്നാമതായി വേണ്ടത് അതാണ്. നമ്മൾ ശ്രദ്ധയുള്ള ജീവിതം. ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോ എവിടേക്കാണ് പോകുന്നത്, എന്താണ് എനിക്കിനി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് നന്മ ചെയ്യേണ്ടത്, ആ ഒരു ശ്രദ്ധ ജീവിതത്തിൽ ആവശ്യമില്ലാതെ തള്ളിക്കളയുന്ന ഒരു ജീവിതമാവരുത്. അനാവശ്യമായ മാർഗത്തിൽ തള്ളിക്കളയുന്ന കളിയും തമാശയും വർത്തമാനം പറഞ്ഞിരുന്ന് വൈകുന്നേരമാക്കുന്ന ഒരു ജീവിതം ഒരിക്കലും നമുക്ക് ഉണ്ടാവാതിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തോ, നന്മ ചെയ്യേണ്ട സമയമായോ, ഞാനത് നിർവഹിച്ചിട്ടുണ്ടോ, നിസ്കരിക്കേണ്ട നേരമായിട്ടുണ്ടോ, മറ്റവനോട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവന് തോന്നിക്കാണുമ്പോ എനിക്ക് എന്തെങ്കിലും സഹായിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ എന്തേ സഹായിക്കാതിരുന്നു, ആ ഒരു മുഹാസബത്തുൻ നഫ്സ്, സ്വന്തം ശരീരത്തെ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി പരിശോധിക്കാനുള്ള ആ ഒരു അവസ്ഥ നമുക്ക് വേണം. അതോടൊപ്പം നല്ല കൂട്ടുകാരുടെ കൂടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും അതൊക്കെ നമ്മളാണ് ഒരുക്കേണ്ടത്. ആ മുജാലസത്തു സ്വാലിഹീൻ, നല്ലത് ചെയ്യുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹു തആലയുടെ തൗഫീഖ് കിട്ടും. അതല്ലെങ്കിലോ ഈ ഒരു ജീവിതത്തിന്റെ അശ്രദ്ധയിൽ നാം അങ്ങോട്ട് ജീവിച്ച് വയസ്സായി മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ബന്ധുക്കൾക്കും കുടുംബ ബന്ധുക്കൾക്കും സഹോദരന്മാർക്കും വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾക്കുമെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മനസമാധാനവും ക്ഷമയും ശാന്തിയും ശിഫയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ ഉംറയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്.
അവരോട് നമ്മളെല്ലാം തങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അവരുടെയും യാത്ര ഉദ്ദേശം ശുദ്ധിയോടുകൂടി നടത്താനും എല്ലാ നിലക്കും ആ കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരാനും മഖബൂലായ അമലുകൾ ചെയ്യാനും അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.